ഹായ് സ്റ്റുഡൻസ്. അപ്പോ നമ്മള് ഡിറ്റർമിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മെട്രിക്സിന്റെയും ഡിറ്റർമിൻസിന്റെയും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺസിസ്റ്റൻസിയെ കുറിച്ചാണ്. അപ്പൊ എന്താണ് കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത്രയേ ഉള്ളൂ. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആകണമെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ എങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. A system of equation is said to be consistent if there exists at least one solution. Otherwise, it is called inconsistent. ചില സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സൊല്യൂഷൻ എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണെന്നും, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണെന്നും ഓർത്തിരിക്കും. ഓക്കെ ആണല്ലോ. ഈ കൺസിസ്റ്റൻസി നമുക്ക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 1 വേരിയബിൾ, 2 വേരിയബിൾ, 3 വേരിയബിൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ തരുന്നു. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണെന്ന് പറയണമെങ്കിൽ അവിടെ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യണം. അവിടെ അതിനെന്ത് ചെയ്യുന്നുണ്ട്? ആ വേരിയബിൾസിന് പകരം വാല്യൂ കിട്ടണം. ഒരു വാല്യൂ എങ്കിലും കിട്ടണം. എങ്കിലേ അത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ കൺസിസ്റ്റൻസി നമ്മൾ മെട്രിക്സ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യും? നമ്മൾ ഈ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലീനിയർ ഇക്വേഷൻസിന്റെ കേസാണ്. അത് 1 വേരിയബിൾ, 2 വേരിയബിൾ, 3 വേരിയബിൾ ഏത് വേണമെങ്കിലും വരാം. അപ്പോ ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നുണ്ട്? ലീനിയർ ഇക്വേഷൻസിന്റെ കൺസിസ്റ്റൻസി മെട്രിക്സിന്റെയും ഡിറ്റർമിന്റെയും ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. അപ്പൊ ഞാനൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാണ്. ഇപ്പൊ ഒരു 3 വേരിയബിൾ ലീനിയർ ഇക്വേഷൻസ് ആയിക്കോട്ടെ. a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1, a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2. അപ്പൊ എത്ര വേരിയബിൾസ് ഉണ്ടോ നമുക്ക് അത്രയും ഇക്വേഷൻസ് വേണം. ഇവിടെ 3 വേരിയബിൾ എക്സ് വൈ സെഡ് 3 വേരിയബിൾ, അപ്പൊ 3 ഇക്വേഷൻസ് വേണം. ദെൻ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. ഈ മെട്രിക് ഇതിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഇതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ വന്നാൽ ഇവിടെ നമ്മൾ 3 മെട്രിക്സുകൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഫസ്റ്റ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കും. എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുക്കുന്നത് ഈ വേരിയബിൾസിന്റെ കോയിഫിഷ്യൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ഏതൊക്കെയാ? a1, b1, c1, a2, b2, c2, a3, b3, c3. ഇതാണ് ഫസ്റ്റ് മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത്. അടുത്ത മെട്രിക്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് വേരിയബിൾസ് ആണ്. അത് ഏത് വേരിയബിൾസ് ഒക്കെ? എക്സ് വൈ സെഡ് അല്ലേ. അതൊരു കോളം മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എക്സ് വൈ ഇസഡ്. ഓക്കെ, അടുത്ത മെട്രിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നു. ആ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടുത്തെ കോൺസ്റ്റന്റ്സുകളാണ്. ഈ ഒരു ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഉള്ള കോൺസ്റ്റന്റുകൾ അതേതാ? സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോമിലേക്ക് മാറ്റിക്കോണേ. d1, d2, d3. ഓക്കെ, ഇങ്ങനെ 3 മെട്രിക്സുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതിൽ എനിക്ക് എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മെട്രിക്സ് എയും മെട്രിക്സ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബി കിട്ടും. ഇപ്പൊ നോക്കി, ഇതൊരു 3/3 ആണ്. ഇതൊരു 3/3, ഇത് 3/1. ഇതിന്റെ ഓർഡർ 3/1 ആണ്. പറഞ്ഞ പ്രകാരം 3/1 ഓർഡർ നമുക്ക് ഇത് കിട്ടണം നോക്കട്ടെ. അപ്പോ നോക്കിയേ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് വെച്ചാൽ a1x പ്ലസ് b1y പ്ലസ് c1z. അതാണ് ഫസ്റ്റ് റോ ആയിട്ട്. പിന്നെ വേറെ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് a1x പ്ലസ് b1y പ്ലസ് c1z. അത് ഇവിടുത്തെ എലമെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ d1 ഈക്വൽ ആണ്. അടുത്തത് ഇവിടെ a2x പ്ലസ് b2y പ്ലസ് c2z. അത് d2 ഈക്വൽ ആണ്. ദെൻ a3x പ്ലസ് b3y പ്ലസ് c3z. അപ്പൊ ax ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ഈ പാർട്ടാണ്. അത് സ്വാഭാവികമായിട്ടും ബി എന്ന് പറയുന്ന മെട്രിക്സ് d1, d2, d3 എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ax ഈക്വൽ ടു ബി എന്ന് എടുക്കും. രണ്ട് സൈഡിലും ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് ബി എന്ന് കിട്ടും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് കിട്ടും അല്ലെ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വേരിയബിൾസ് ആണ്.
ആ വേരിയബിൾസിന്റെ സെറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടുന്നത്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു, ഓക്കെ, ഇതാണ് നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിൽ എ ബി എന്ന എക്സ് എന്ന് പറയുന്ന സെറ്റുകൾ ഏതൊക്കെയാണ് പിടികിട്ടിയല്ലോ. അപ്പം അതില് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്താൽ മതി. പിന്നെ എല്ലായ്പ്പോഴും ഈ ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് ഇൻകൺസിസ്റ്റന്റ് ആവുന്ന കേസ് വരും. അത് എപ്പോഴാണ്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റും എ എന്ന് പറയുന്ന സെറ്റും എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. പിന്നെ പ്രശ്നം എ ഇൻവേഴ്സ് എല്ലാം ഇപ്പോഴും വരണമെന്ന് നിർബന്ധമില്ല. എ ഇൻവേഴ്സ് എപ്പോഴാണ് നമുക്ക് കിട്ടാത്തത്? ഡിറ്റർമിന്റ് എ ഈക്വൽ ടു 0 വരുവാണെങ്കിൽ ഇവിടെ എ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇതിനകത്ത് കൺസിസ്റ്റൻസിയെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്നിരിക്കട്ടെ. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. അതൊരു സംശയം വേണ്ട. ഡിറ്റർമിന്റെ വാല്യൂ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ തീർച്ചയായിട്ടും എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അത് കൺസിസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ ഡിറ്റർമിന്റ് എ ഈക്വൽ ടു 0 വരുവാണെന്നിരിക്കട്ടെ. ഡിറ്റർമിന്റ് എ ഈക്വൽ ടു 0 വരുവാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അവിടെ ഇൻകൺസിസ്റ്റന്റ് അങ്ങ് എഴുതാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. അഡ്ജ് എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ അതും ഈക്വൽ ടു 0 ആണെങ്കിൽ, അഡ്ജ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോഴും ഇത് എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. വ്യത്യാസം ഈ കേസിൽ ഡിറ്റർമിന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ കൺസിസ്റ്റന്റ് ആണ്, അവിടെ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. എന്നുവെച്ചാൽ എക്സിന് ഒരു വാല്യൂ, വൈക്ക് ഒരു വാല്യൂ, ഇസഡ് ഒരു വാല്യൂ. നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഈ ഒരു കേസാണ്. എക്സിനും വൈക്കും ഇസഡിനും ഒക്കെ ഓരോ വാല്യൂ കിട്ടുന്ന രീതിയാണ്. എന്നാൽ ഇവിടെ കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഓക്കെ, CBSE സിലബസിലൊക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ലീനിയർ ഇക്വേഷൻ വെച്ചാൽ ലൈൻ ആണ്. അപ്പൊ 3 കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലൈൻസുകൾ ചിലപ്പോൾ ഇന്റർസെക്ട് ചെയ്യും, ചിലപ്പോൾ പാരലൽ ആയിട്ട് പോവും, പിന്നെ കോഇൻസിഡന്റ് ആയിട്ട് പോവും. കോഇൻസിഡന്റ് ഒരു ലൈനിന്റെ മുകളിൽ കൂടെ അടുത്തത്. ഇവിടെയും കൺസിസ്റ്റന്റ് ആണ്, ഇവിടെയും കൺസിസ്റ്റന്റ് ആണ്. ഇത് ഇൻകൺസിസ്റ്റന്റ് അല്ല. കോമൺ പോയിന്റ്സ് വരുന്നതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇവിടെ ഒറ്റ കോമൺ പോയിന്റേ വരത്തുള്ളൂ. അതുകൊണ്ട് യൂണീക് സൊല്യൂഷൻ ഈ കേസ് വരും. ഇവിടെ നോ കോമൺ പോയിന്റ്സ്, ഹാവ് നോ സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റന്റ്. ഇവിടെ ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ്, കാര്യം ഒരു ലൈനിന്റെ മുകളിൽ കൂടിയാണ് അടുത്ത ലൈൻ കടന്നു പോകുന്നത്. അപ്പം അതിനകത്തെ ലൈൻസിലെ എല്ലാ പോയിന്റ്സും കോമൺ പോയിന്റ് ആയിട്ട് വരും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരും. ഇവിടെ ഈ കേസ് അതാണ് വരുന്നത്. അപ്പൊ കൺസിസ്റ്റന്റ് ആവുന്ന രണ്ട് സിറ്റുവേഷൻ ഏതൊക്കെയാ? ഒന്ന് ഡിറ്റർമിന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്, ഹാവ് യുണീക്ക് സൊല്യൂഷൻ. ഇവിടെ ഡിറ്റർമിന്റ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അഡ്ജ് എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. അതൊരു സീറോ മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അപ്പോഴും പറയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ്, ഹാവ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. എന്നാൽ അഡ്ജ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെന്നിരിക്കട്ടെ. ഡിറ്റർമിന്റ് എ 0 ആവുകയും അഡ്ജ് എ ഇൻറ്റു ബി 0 അല്ലാതായിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോൺ സീറോ മെട്രിക്സ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഇത് എന്ത് വരും? ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഇല്ലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തരുമ്പോൾ അത് എ ബി സി, എ എക്സ് ബി എന്ന് പറയുന്ന സെറ്റുകൾ, മെട്രിക്സുകൾ ഡിഫൈൻ ചെയ്യാനും അതിനകത്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണെന്നുള്ളത് ആലോചിക്കുക. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യം എല്ലായ്പ്പോഴും ഈ ക്വസ്റ്റ്യൻസ് തുടങ്ങുമ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഡിറ്റർമിന്റ് എ കണ്ടുപിടിച്ചിരിക്കണം. കാര്യം നമുക്കത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ചെയ്താൽ കിട്ടത്തുള്ളൂ. ഇവിടെ ഡിറ്റർമിന്റ് എ 0 ആണെങ്കിൽ എ ഇൻവേഴ്സ് ഇല്ല. അപ്പൊ പിന്നെ നമുക്കത് ആ ഒരു ഫോർമാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അഡ്ജ് എ ഇൻറ്റു ബിയും കൂടെ നോക്കുക. അത് 0 കിട്ടുവാണെങ്കിൽ കൺസിസ്റ്റന്റ്, ഹാവ് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ എന്നും, നോൺ സീറോ മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്, ഹാവ് നോ സൊല്യൂഷൻ എന്നും എഴുതി നിർത്തുക. അത്രേ ഉള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഇത് തന്നെയാണ്. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ ചോദിക്കുന്ന സിറ്റുവേഷനിൽ മാത്രം നമുക്ക് ചിലപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ ആണല്ലോ? ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ
നമ്മളുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 4.6 കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ പറയാം. ഏകദേശം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പം അതില് ഫസ്റ്റ് സെക്ഷൻ ആദ്യത്തെ ഒരു 6 ക്വസ്റ്റ്യൻസ് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അതായത് താഴെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കണ്ട, കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: x plus 2y equal to 2. x plus 2y equal to 2. 2x plus 3y equal to 3. x plus 2y equal to 2. അതുപോലെ 2x plus 3y equal to 3. ഇതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുന്നു. എ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇതിന്റെ കോയിഫിഷ്യൻസ് 1, 2, 2, 3. എക്സ് എന്ന് പറയുന്നതോ വേരിയബിൾസ് ഏതൊക്കെയാ? എക്സ് ആൻഡ് വൈ. ദെൻ മെട്രിക്സ് ബി എന്ന് പറയുന്നത് 2, 3. ഓക്കെ ആണല്ലോ. ആദ്യം ഡിറ്റർമിന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിന്റ് എ ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 3 minus 4 is equal to -1 അല്ലെ? എന്ന് പറയുന്നത് എന്താ? നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിന്റ് എയുടെ വാല്യൂ എന്ത് കിട്ടി? നോട്ട് ഈക്വൽ ടു 0. therefore നമ്മൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? therefore the system of equation is consistent, have a unique solution എന്ന് എഴുതി നിർത്തും. കാര്യം എന്താ? ഡിറ്റർമിന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇത് കൺസിസ്റ്റന്റ് ആണ്. അതിനകത്ത് സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിന്റ് എയുടെ വാല്യൂ 0 അല്ലാതെ വന്നുകൊണ്ട് ഇത് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇതിന് എങ്ങനെയുള്ള സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? യുണീക്ക് സൊല്യൂഷൻ. എക്സിന് ഒരു വാല്യൂ, വൈക്ക് ഒരു വാല്യൂ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇത്രയും ചെയ്താൽ മതി. അതിനകത്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, കൺസിസ്റ്റൻസി ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകണ്ട. നമുക്ക് ആ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതെന്താ പറയുന്നത്? തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ x plus 3y equal to 5. x plus 3y equal to 5. 2x plus 6y equal to 8. 2x plus 6y equal to 8. Okay. Then A എന്ന് പറയുന്നത് 1, 3, 2, 6. B എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് x, y. B equal to matrix 5, 8. Okay ആണല്ലോ. ഫസ്റ്റ് വൺ ഡിറ്റർമിന്റ് A equal to 6 minus 6 equal to 0. ഡിറ്റർമിന്റ് A 0 ആയി. അപ്പൊ ഇവിടെ ഇൻകൺസിസ്റ്റന്റ് ആണോ കൺസിസ്റ്റന്റ് ആണോ ആയിട്ട് കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ അടുത്ത് എന്ത് ചെയ്യേണ്ടത്? അഡ്ജ് A into B കണ്ടുപിടിക്കാം. അപ്പൊ അതിനാദ്യം അഡ്ജ് A കണ്ടുപിടിക്കുക. അഡ്ജ് A എന്ന് പറയുമ്പോ എങ്ങനെയാ? ഇവിടെ 2/2 എളുപ്പമാണ്. എന്താ? മെയിൻ ഡയഗണൽസ് ഇന്റർചേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് 6, 1. നോൺ ഡയഗണൽസിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. -3, -2. ഓക്കെ, ഇത് അഡ്ജോയിന്റ് A ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡ്ജോയിന്റ് A into B ചെയ്യാം. അഡ്ജോയിന്റ് A എന്ന് പറയുമ്പോൾ 6, -3, -2, 1, 5, 8. ഓക്കെ ആണോ? മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര കിട്ടും? ഓക്കെ, അഡ്ജ് A into B എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആണോ കിട്ടുന്നത്? അല്ല. അപ്പോ ഡിറ്റർമിന്റ് A 0 ആവുകയും അഡ്ജ് A into B എന്ന് പറയുന്ന ഒരു നോൺ സീറോ മെട്രിക്സ് കിട്ടുകയും ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റന്റ് എന്ന് എഴുതി നിർത്തും. ഓക്കെ ആണല്ലോ. അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മള് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിംഗ് മെട്രിക്സ് മെത്തേഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കുറെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2/2 ഓർഡറും അല്ലെങ്കിൽ ഒരു 2 വേരിയബിൾ ഇക്വേഷനും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് 3 വേരിയബിൾ ഇക്വേഷന്റെയും ഓരോ ക്വസ്റ്റ്യൻ നോക്കാം.
നമുക്ക് ആ 7th ക്വസ്റ്റിനിലേക്ക് വരാം. 7th ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് 5x plus 2y equal to 4. 5x plus 2y equal to 4. Then 7x plus 3y equal to 5. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം a equal to 5, 2, 7, 3. x equal to x, y. Then b equal to 4, 5. Okay. ആദ്യം ഡിറ്റർമിന്റ് a is equal to എത്ര 15 minus 14 is equal to 1 ആണ്, നോട്ട് ഈക്വൽ ടു 0. അപ്പൊ സ്വാഭാവികമായിട്ടും കൺസിസ്റ്റന്റ് ആണ്, യുണീക്ക് സൊല്യൂഷൻ കിട്ടും. അതിനിപ്പോ എഴുതേണ്ട കാര്യമൊന്നുമില്ല, കാര്യം നമുക്കിവിടെ കൺസിസ്റ്റൻസി എന്നുള്ളതല്ല, സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. വേണമെങ്കിൽ നിരീകരിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്തുവാ, അഡ്ജോയിന്റ് ആണ് അല്ലെ. കാര്യം നമുക്ക് ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തുവാ 1 ഡിറ്റർമിന്റെ അഡ്ജ് എ അല്ലേ. അപ്പോ അഡ്ജ് എ എന്ന് പറയുന്നത് ഇവിടെ എന്ത് കിട്ടും, 3, 5, -2, മൈനസ് അല്ലെ. എ ഇൻവേഴ്സ് ആണെങ്കിലോ 1/1 into 3. അപ്പൊ ഈ 1/1 ഉള്ളത് ഇനിയിപ്പോ ചെയ്യണ്ടല്ലോ, വേണമെങ്കിൽ ഇക്വേഷൻ ഒന്ന് എഴുതിക്കോളൂ. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിന്റെ അഡ്ജ് ഈക്വൽ ടു 1 ഡിറ്റർമിന്റ് എന്ന് വെച്ചാൽ 1/1 ആണ്, അത് 1 തന്നെയാണ്. അപ്പൊ അഡ്ജ് ചെയ്ത് തന്നെ വരും. അതേതാ 3, -2, -7, 5. ഓക്കെ ആണല്ലോ. ഇത് എ ഇൻവേഴ്സ്. നമ്മുടെ ഇക്വേഷൻ എന്തുവാ, x is equal to a inverse into b എന്നല്ലേ. x equal to a inverse to b എന്നാണ്. a inverse എന്ന് പറയുന്നത് ഇതാണ്, 3 -2 -7 5. 3 -2 -7 5 into b എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ 4 5. ഓക്കെ, എത്ര കിട്ടും, 12 -10 then -28 plus 25. 2 -3. ഇവിടെ x എന്ന് പറയുന്നത് xy അല്ലായിരുന്നോ. അപ്പം xy മെട്രിക്സ് xy എന്ന് പറയുന്നത് മെട്രിക്സ് 2 -3 ഈക്വൽ ആണ്. Therefore x is equal to 2 and y equal to -3. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അടുത്ത ഒരു ലീനിയർ ഇക്വേഷൻ തന്നെ, 3 വേരിയബിൾ ലീനിയർ ഇക്വേഷൻസ് ആണ്. നമുക്ക് ആ 12th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, x minus y plus z is equal to 4. x minus y plus z equal to 4. 2x plus y minus 3z is equal to 0. 2x plus y minus 3z equal to 0. Then x plus y plus z is equal to 2. X plus y plus z equal to 2. 2x plus y minus 3z, x minus y plus z equal to 4. ഓക്കെ, അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നു. എന്താണ് 1 -1 1 2 1 -3 1 1 1. എക്സ് ആണെങ്കിലോ, എക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് വൈ ഇസഡ്, ബി 402. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിറ്റർമിന്റ് എ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിന്റ് എ ഈക്വൽ ടു നോക്കുക, ഇവിടെ 1 into ഡ്രോയിങ് കോളം പോയി കഴിഞ്ഞാൽ 1 plus 3, അടുത്ത -1 ആണ്. ഫസ്റ്റ് റോ കൊണ്ടാ ചെയ്യുന്നത്, -1 അപ്പൊ +1 ആവും. 1 into ഡ്രോയിങ് കോളം പോയി കഴിഞ്ഞാൽ 2 plus 3 എന്നാവും. ഓക്കെ, then +1 into റോയും കോളവും പോകുന്നു, then 2 -1. ഓക്കെ, എന്താ കിട്ടുന്നത് ഇവിടെ 4 plus 5 plus 1 equal to 10.
ഡിറ്റർമിന്റ് എയുടെ വാല്യൂ 10 നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കൺസിസ്റ്റന്റ് ആണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടും. ഇനി അഡ്ജ് എ കണ്ടുപിടിക്കാം. അത് നമുക്ക് ഡയറക്റ്റ് കോഫാക്ടർ കണ്ടുപിടിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് എല്ലാതും ചെയ്യാൻ പോവാണ്. 1 -1 1 2 1 -3 1 1 1 1 2 1 -1 1 1 then 1 -1 1 1 -1 2 1 -3 2 1. ഓക്കെ, ഇത് ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് ഡയറക്റ്റ് അഡ്ജ് ചെയ്തേക്ക് വരാം. നോക്കാം. ഇവിടെയാണെങ്കിൽ 1 -3 എന്നാ. അപ്പൊ 1 + 3 4 എന്ന് കിട്ടും. ദെൻ -3 -2 -5 എന്ന് കിട്ടും. ദെൻ 2 -1 1 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റോ ആയിട്ട് ചെയ്തു, കോളമായിട്ട് ഇടുന്നു. കാര്യം എന്താ, കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് 1 -1 ദാറ്റ് ഈസ് 1 + 1 2. Then 1 -1 0. Then -1 -1 -1 എന്ന് പറയുമ്പോൾ അതും 0 കിട്ടും. സോറി, -1 -1 അല്ലേ, അപ്പോ -2. Then 3 -1 2. Then 2 -3. 2 + 3 5. Then 1 + 2 ഓക്കെ, അഡ്ജോയിന്റ് കിട്ടി. ഡിറ്റർമിന്റ് എ ഉണ്ട്. അപ്പം എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/ഡിറ്റർമിന്റ് എ അഡ്ജ് എ ആണ്. ഈക്വൽ ടു 1/ഡിറ്റർമിന്റ് എയുടെ വാല്യൂ 10 ആയിരുന്നു. 1/10 ഇൻറ്റു എന്താ കിട്ടുന്നത്, 4 2 2 -5 0 5 1 -2 3. ഓക്കെ, എ ഇൻവേഴ്സും ആയി. നമ്മൾ അടുത്ത സ്റ്റെപ്പില് എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ ചെയ്യേണ്ടത്. അടുത്തത് അത് ചെയ്യുന്നു. എ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലെ. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. അപ്പോ എ ഇൻവേഴ്സ് 1/10 ഇൻറ്റു 4 2 2 -5 0 5 1 -2 3. ബി എന്ന് പറയുന്നത് 402 40. ഓക്കെ, 1/10 ഇൻറ്റു നോക്കാം എത്ര കിട്ടുന്നേ. ഇവിടെ 16 + 0 നമുക്ക് നോക്കാമല്ലോ. 16 + 0 + 4 20 എന്ന് കിട്ടും. അടുത്തത് -20 + 10. -20 + 10 വെച്ചാൽ -10 എന്ന് കിട്ടും. അടുത്തത് 4 + 6 10 എന്ന് കിട്ടും. ഓക്കെ, 1/10 അതോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 2 -1 1 x y z. ഓക്കെ, എക്സ് വൈ സെഡ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 2 -1 z. അപ്പൊ ഇവിടുന്ന് എടുത്ത് എഴുതാം. അടുത്ത സ്റ്റെപ്പിലോട്ട് എടുത്ത് എഴുതുക. therefore x is equal to 2, y equal to -1, z is equal to 1. x equal to 2, y equal to -1, z is equal to 1. ഓക്കെ, ഇത്രയാവുമ്പോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സൊല്യൂഷനായി. ഓക്കെ ആണല്ലോ. അപ്പം ഈ ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സെക്ഷനിലുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.